ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ പിന്നീട് ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായി മാറിയത് ഈ ഖുറാനിലെ ഏതാനും വരികൾ കേട്ടതുകൊണ്ട് മാത്രമാണ്. അള്ളാന്റെ റസൂലിനെ വധിക്കാനായി, കൊലപ്പെടുത്താനായി ഊരിപ്പിടിച്ച വാളുമായി തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് റസൂലിനെ തപ്പി ആ ഭ്രാന്തമായ നഗരങ്ങളിലൂടെ ചുറ്റി നടക്കുന്ന ഉമർത്തങ്ങളെ ഖുറാനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പിന്നീട് റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ആ ഊരിപ്പിടിച്ച വാള് റസൂലിന്റെ കാൽക്കൽ വെച്ചിട്ട് പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്വഹാബാക്കൾ അതിനുശേഷം പറഞ്ഞത് ഉമർ വന്നതിന്റെ ശേഷമാണ് ഇസ്ലാമിന് ഇത്രത്തോളം ധീരത വന്നതെന്നാണ്. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞാല് നാളെ അള്ളാന്റെ കോടതിയിൽ അതിനുപോലും ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ സൂക്ഷ്മതയുള്ള ഭരണാധികാരി. ഉമർ തങ്ങള് തന്നെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ഖത്താബിന്റെ വീട്ടിലെ കഴുത ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാലും ഖത്താബിന്റെ മകനായ ഉമർ തങ്ങള് ഒരിക്കലും കടന്നു വരില്ല എന്നുള്ളത്. ആ ഉമർ തങ്ങള് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് റസൂലിന്റെ ചാരത്താണ്, റസൂലിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. അതുപോലെ ആരെയും കണ്ട് നമ്മൾ വിലയിരുത്തണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഉമറിനെ പോലെ നിങ്ങൾക്ക് മാറാനുള്ള അവസരം പടച്ചോൻ കൊണ്ടുതരും.